ഇന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും പറയുന്നത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറിലേക്ക് വരുന്ന എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ട്, കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഓരോ ടെക്സ്റ്റുകളാവാം, നമ്പേഴ്സ് ആവാം, അതല്ലാതെയുള്ള ഒബ്ജക്ട്സുകളാവാം, ഇതിനൊക്കെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ പലതും ആവാം അല്ലേ, നമ്പേഴ്സ് ആവാം, അതുപോലെ തന്നെ ലെറ്റേഴ്സ് ആവാം, ആൽഫബറ്റ്സ് ആവാം, അങ്ങനെ കുറേ ഫോംസ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കമ്പ്യൂട്ടർ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്പേഴ്സിനെയും ലെറ്റേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ വെവ്വേറെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡാറ്റേനെ കമ്പ്യൂട്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ രീതികളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്നുണ്ട് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഇൻറ്റേർണലി ടു റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റേനെ ഇൻറ്റേർണലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതിനെയാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് 0 മുതൽ 9 വരെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറേ നമ്പേഴ്സിനൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലേ? പോയിൻ്റ് ഉള്ള നമ്പേഴ്സ്, പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സ്, അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പേഴ്സിനെ തന്നെ പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ നമ്പർ സിസ്റ്റത്തിലും നമുക്ക് ഓരോ ബേസുകൾ പഠിക്കാനുണ്ട്. നമുക്കൊരു 4 നമ്പർ സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. ആ 4 നമ്പർ സിസ്റ്റവും നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയും. ഇത് 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ബേസിൻ്റെ വേറൊരു പേര്, അത് റാഡിക്സ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്താന്ന് പറയുന്നുണ്ട്. ഈ നമ്പർ ഈസ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് യൂസ്ഡ് ടു കൗണ്ട് ലാബിൾസ് ആൻഡ് മെഷേഴ്സ് അല്ലേ. നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കൗണ്ട് ചെയ്യാനോ ലാബൽ ചെയ്യാനോ മെഷർ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ്. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെ എണ്ണം, അതിനെയാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി നമുക്കൊരു 4 നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്. 1 ഡെസിമൽ നമ്പർ സിസ്റ്റം, 2 ബൈനറി നമ്പർ സിസ്റ്റം, 3 ഒക്ടൽ നമ്പർ സിസ്റ്റം, 4 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അങ്ങനെ ഒരു 4 നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൽ ഓരോ നമ്പർ സിസ്റ്റവും എന്താണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു 4 പോയിൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10. അതുകൊണ്ട് തന്നെ 10 സിമ്പിൾസ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുണ്ട്. 10 സിമ്പിൾസ് ടോട്ടലായിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് സിമ്പിൾസ്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്, അതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള സിമ്പിൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ എഴുതിയിട്ടുണ്ട് 45, അത് ഡെസിമൽ നമ്പറാണ്, കാരണം ബേസായിട്ട് 10 എഴുതിയിട്ടുണ്ട്. പിന്നെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിലുള്ള നമ്പേഴ്സാണ് 4ഉം 5ഉം ഒക്കെ. അപ്പോൾ അത് ഡെസിമൽ നമ്പറാണ്. നെക്സ്റ്റ് എഴുതിയിട്ടുണ്ട് 2.5, അത് ഡെസിമൽ നമ്പറാണ്, കാരണം ബേസ് 10 ആയിട്ട് എഴുതിയിട്ടുണ്ട്. 2ഉം 5ഉം എന്താണ്, അല്ലെങ്കിൽ 2.5 എന്ന് പറയുന്ന നമ്പർ എന്താണ്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൽ പെടുന്നതാണ്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് എഴുതുന്നുണ്ടോ, അതിൻ്റെ ബേസ് 10 ആക്കി എഴുതുന്നുണ്ടോ, അതൊക്കെ എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പെടുന്ന നമ്പേഴ്സാണ്. ഇനി പറയാനുള്ളത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം എക്സ്ട്രാ പറയേണ്ടത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന നമ്പേഴ്സൊക്കെയാണ് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. നെക്സ്റ്റ്, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന് ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇതാണ്. അതിപ്പോൾ ഡെസിമൽ ആയാലും ബൈനറി ആയാലും ഒക്ടൽ ആയാലും ഹെക്സാഡെസിമൽ ആയാലും അതിലുള്ള നമ്പേഴ്സൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ശരിക്കുള്ള അതിൻ്റെ എക്സാക്റ്റ് നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കുക? ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് 5876, 5876 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 5876 ആ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക.
ഈ ഒറ്റ 10 100 1000 എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പർ 6 ആണ്. ഏറ്റവും പ്ലേസ് വാല്യൂ കൂടുതലുള്ള നമ്പർ 5 ആണ്. അപ്പോൾ ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പറായിട്ടുള്ള 6ന് എന്താണോ ഡെസിമൽ നമ്പറിൻ്റെ ബേസ് എത്രയാണ്? 10. 10⁻0 എന്ന് കൊടുക്കുക. അപ്പോൾ 6ന് എന്ത് കൊടുക്കുക? 10⁻0. 7 എന്ത് കൊടുക്കുക? 10⁻1. 8ന് 10⁻2. 5ന് 10⁻3. ഇത്രയും കൊടുത്ത് വയ്ക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 5 × 10⁻3 പ്ലസ് 8 × 10⁻2 പ്ലസ് 7 × 10⁻1 പ്ലസ് 6 × 10⁻0 എന്നിട്ട് ഇൻറ്റു ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 10⁻3 എന്ന് പറയുന്നത് എന്താ? 10 × 10 × 10. 10ന് 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നതാണ് 10⁻3. 10⁻2 എന്ന് പറയുന്നത് എന്താ? 10 × 10. 10⁻1 എന്ന് പറയുന്നത് എന്താ? ഒരു 10 ഉള്ളൂ. അപ്പോൾ 10. 10⁻0 എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് ഒരു നമ്പർ റേസ് ടു ദ പവർ 0 വന്നു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. അതിപ്പോൾ 10⁻0 1 ആണ്, 2⁻0 1 ആണ്, 8⁻0 1 ആണ്. ഏതൊരു നമ്പറും റേസ് ടു ദ പവർ 0 1 ആയിരിക്കും. ഇനി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? 5 × 1000 പ്ലസ് 8 × 100 പ്ലസ് 7 × 10 പ്ലസ് 6 × 1. അതായത് 10⁻0 1 ആയതുകൊണ്ട് 6 × 1 വന്നു. ഇനി എല്ലാതും ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 5000 പ്ലസ് 800 പ്ലസ് 70 പ്ലസ് 6 എല്ലാം കൂടി കൂട്ടുമ്പോൾ 5876 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഡെസിമൽ നമ്പർ തന്ന അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ഡെസിമൽ നമ്പർ ആയിരിക്കും. അതായത് കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡെസിമൽ നമ്പർ തന്നെയാണ്. ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഡെസിമൽ നമ്പർ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടാറ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്പർ തന്നെ എടുക്കാം, 5876. ഈ ഒരു നമ്പറിൽ ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പർ ഏതാണെന്നും പ്ലേസ് വാല്യൂ കൂടുതലുള്ള നമ്പർ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പർ 6ഉം പ്ലേസ് വാല്യൂ കൂടുതലുള്ള നമ്പർ 5 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പറായിട്ടുള്ള 6ന് LSD എന്നും പ്ലേസ് വാല്യൂ കൂടുതലുള്ള നമ്പറായിട്ടുള്ള 5ന് MSD എന്നും പറയും. മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റും. ഇത് 1 വേർഡിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. MSD LSD ഒരു നമ്പർ തരും, അതിൻ്റെ MSD എത്രയാണ് LSD എത്രയാണെന്നൊക്കെ ചോദിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആണ്. ബേസ് 2 ആയതുകൊണ്ട് തന്നെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം 2 തന്നെയാണ്. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 0യും 1ഉം. 0 ആൻഡ് 1. അതായത് 0യും 1ഉം മാത്രം യൂസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പോൾ അതിൻ്റെ താഴെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 1101 ബേസ് 2 ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. കാരണം 0യും 1ഉം മാത്രമേ അതിലുള്ളൂ. നെക്സ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് 11.1. അത് ബൈനറി നമ്പറാണ്. കാരണം ബേസ് 2 ആയിട്ട് എഴുതിയിട്ടുണ്ട്. 0യും 1ലും വരുന്ന നമ്പേഴ്സ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം ഒന്നുകൂടെ പറയാം, ബേസ് 2 ആണ്. 2 സിമ്പിൾസ് മാത്രമേ ഉള്ളൂ, 0യും 1ഉം മാത്രം. അതുകൊണ്ട് തന്നെ 0യും 1ഉം യൂസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് മാത്രമായിരിക്കും ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക. ഇനി ബൈനറി നമ്പർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതിൻ്റെ ബേസ് ആദ്യം നോക്കുക. ബേസ് 2 ആയിരിക്കും. പിന്നെ അതിലുള്ള നമ്പേഴ്സ് 0യും 1ഉം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നുകിൽ 1 മാത്രം, അല്ലെങ്കിൽ 0 മാത്രം, അല്ലെങ്കിൽ 0യും 1ഉം മാത്രം. ഇനി ബൈനറി നമ്പർ സിസ്റ്റം എങ്ങനെ ഇതുപോലെ തന്നെ ഡെസിമലിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച പോലെ എങ്ങനെ ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് 1101. 1101 തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കും? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബൈനറി നമ്പറിൻ്റെ ബേസ് എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ പവറൊക്കെ കൊടുക്കുമ്പോൾ, വെയിറ്റ് കൊടുക്കുമ്പോൾ 2 വെച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള വാല്യൂ ഏതാന്ന് നോക്കുക, പ്ലേസ് വാല്യൂ കൂടുതലുള്ള വാല്യൂ ഏതാന്ന് നോക്കുക. പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പർ ഏതാ? ഈ LSB എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്ത് ഉള്ള നമ്പർ 1 അല്ലേ? MSB എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള 1. അപ്പോൾ ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള സ്ഥാനത്ത് 2⁻0 എന്നും, അതായത് 1ന് 2⁻0 എന്നും, 0ന് 2⁻1, അതുപോലെ നെക്സ്റ്റ് 1ന് 2⁻2, നെക്സ്റ്റ് 1ന് 2⁻3 ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിനെ എന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുക? 1 × 2⁻3 പ്ലസ് 1 × 2⁻2 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2⁻3 എന്ന് പറയുന്നത് എന്താ? 2 × 2 × 2 അല്ലേ? 2നെ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നതാണ് 2⁻3 എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 8 ആണ് വരിക. നെക്സ്റ്റ് 2⁻2 എന്ന് പറയുന്നത് എത്രയായിരിക്കും?
2 ഇൻറ്റു 2 അതായത് 4. നെക്സ്റ്റ് 2^1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 2 അതായത് 2. നെക്സ്റ്റ് 2^0 എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ആയിരിക്കും. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 8 പ്ലസ് 4 പ്ലസ് 0 പ്ലസ് 1 അത് എല്ലാം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13 എന്ന് കിട്ടും. അതായത് 1101 എന്ന് പറയുന്നൊരു ബൈനറി നമ്പറിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. ഇനി ഇവിടെ നമ്മൾ ആദ്യം MSB LSB എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞു ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പറിനെ LSD എന്നും പ്ലേസ് വാല്യൂ കൂടുതലുള്ള നമ്പറിനെ MSD എന്നും പറയുന്നു. അപ്പോൾ ബൈനറി നമ്പറിലേക്ക് വരുമ്പോൾ അത് LSBയും MSBയും ആയിരിക്കും. അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും ആയിട്ട് അത് മാറും. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 8 ആണ്. അതുകൊണ്ട് തന്നെ 8 സിമ്പിൾസ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലുണ്ട്. ഏതൊക്കെയാണ്? 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് അല്ലേ. 8 9 വരില്ല. 0 മുതൽ 7 വരെ, അതായത് 0 1 2 3 4 5 6 7 ഇത്രയും നമ്പേഴ്സാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരിക. ആദ്യം കൊണ്ട് പറയാം, ബേസ് 8 സിമ്പിൾസ് മാത്രമേ ഉള്ളൂ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ്. ഇവിടെ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 75 കാണുമ്പോൾ എന്താ? അത് ഒക്ടൽ നമ്പറാണ്, കാരണം ബേസ് 8 ആണ്. അതുകൊണ്ട് തന്നെ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്പർ തന്നിട്ടുണ്ട് 6.4. അത് എന്താണ്? ഒക്ടൽ നമ്പറാണ്, കാരണം ബേസ് 8 ആണ്. 0 മുതൽ 7 വരെയുള്ള നമ്പറിൽ ഒതുങ്ങിയൊരു നമ്പറാണ് 6.4 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒക്ടൽ നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഒക്ടൽ നമ്പർ ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കും? ഇവിടെ ഒരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട് 236 236. അതിൻ്റെ ഒക്ടൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള നമ്പർ ഏതാ നോക്കുക? 6 ആണ്. പ്ലേസ് വാല്യൂ കൂടുതലുള്ള നമ്പർ ഏതാ നോക്കുക? 2 ആണ് അല്ലേ. അപ്പോൾ 6ന് എന്ത് കൊടുക്കുക? ഒക്ടലിൻ്റെ ബേസ് ആയിട്ടുള്ള 8 വെച്ചിട്ട് വെയിറ്റ് കൊടുക്കുക. 8^0. 6ന് 8^0, 3ക്ക് 8^1, 2ന് 8^2. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. എങ്ങനെ? 2 ഇൻറ്റു 8^2 പ്ലസ് 3 ഇൻറ്റു 8^1 പ്ലസ് 6 ഇൻറ്റു 8^0. അപ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു 64 പ്ലസ് 3 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 1. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് എഴുതുക. അപ്പോൾ എത്ര കിട്ടും? 128 പ്ലസ് 24 പ്ലസ് 6 എല്ലാം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 158 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? 236 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 158 ആണ്, 158 ആണ്. ഇനി നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 16. അതുകൊണ്ട് തന്നെ 16 സിമ്പിൾസ് ഹെക്സാഡെസിമലിലുണ്ട്. ഏതൊക്കെയാണ്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും അടങ്ങിയതാണ് ഹെക്സാ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ തന്നിട്ടുണ്ട് AB. അത് ഹെക്സാഡെസിമലാണ്, കാരണം ബേസ് 16ഉം 0 മുതൽ 9 വരെയുള്ള അല്ലെങ്കിൽ A to F വരെയുള്ളതിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. എയും ബിയും ഉണ്ട്, അതുകൊണ്ട് അത് ഹെക്സാഡെസിമലാണ്. നെക്സ്റ്റ് വരുന്നത് 2D എന്ന് പറയുന്നതും ഹെക്സാഡെസിമലാണ്, കാരണം 2 നമ്പറും ഉണ്ട്. A മുതൽ F വരെയുള്ളതിലുള്ളൊരു ലെറ്റർ ആയിട്ടുള്ള ഡിയും അതിലുണ്ട്. അതുകൊണ്ട് 2D ഹെക്സാഡെസിമലാണ്, കാരണം ബേസ് 16ഉം ഉണ്ട്, അതിലുള്ള നമ്പേഴ്സോ ലെറ്റേഴ്സോ ഏതെങ്കിലുമൊക്കെ അതിൽ പ്രസൻറ്റഡും ആണ്. നെക്സ്റ്റ് ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കും? ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് 12AF. അപ്പോൾ 12AF എന്ന് പറയുന്ന ഒരു നമ്പർ ഹെക്സാഡെസിമലിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ബേസ് എത്രയാണ്? 16 അല്ലേ. 16 കൊണ്ട് വെയിറ്റ് കൊടുക്കുക. അപ്പോൾ വെയിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ? Fന് 16^0, Aക്ക് 16^1, 2ന് 16^2, 1ന് 16^3. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 1 ഇൻറ്റു 16^3 പ്ലസ് 2 ഇൻറ്റു 16^2 പ്ലസ് 10 ഇൻറ്റു 16^1 പ്ലസ് 15 ഇൻറ്റു 16^0. എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക. 16^3 എന്ന് പറയുന്നത് 16 ഇൻറ്റു 16 ഇൻറ്റു 16 ആണ് അല്ലേ. ഒരു നമ്പറിനെ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യണത്. അപ്പോൾ എങ്ങനെ വരും? 1 ഇൻറ്റു 4096 അല്ലേ, പ്ലസ് 2 ഇൻറ്റു 256 പ്ലസ് 10 ഇൻറ്റു 16 പ്ലസ് 15 ഇൻറ്റു 1.
ഇനി അതെല്ലാം ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4096 പ്ലസ് 512, അതായത് 512 പ്ലസ് 160 പ്ലസ് 15, ഇതെല്ലാം സം ചെയ്ത് വരുമ്പോൾ നമുക്ക് 4783 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടും. അപ്പോൾ ഇതാണ് 12AF എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നമ്പർ സിസ്റ്റം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ നമ്പർ സിസ്റ്റം നമുക്ക് തരും. ഓരോ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സിനെ തരും. അതിനെ പല നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്.